അനീഷിൻ്റെയും അലീനയുടെയും മനസ്സമ്മത ദിനത്തിൽ നിങ്ങൾക്കുള്ള ആശംസ ഇതാണ്: RIP. ഇത് റെസ്റ്റ് ഇൻ പീസ് എന്നല്ല, മറിച്ച് ഇന്നു മുതൽ വിവാഹദിനം വരെയും അതിനുശേഷവും നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതവും മനോഭാവവും എങ്ങനെയായിരിക്കണം എന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. RIP എന്നതിലെ ഒന്നാമത്തെ അക്ഷരം R. ഇത് സൂചിപ്പിക്കുന്നത് റിഫ്ലക്ഷൻ, പ്രതിഫലനം എന്നതാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം ഭാര്യ ഭർത്തൃ ബന്ധമെന്നാണ്. വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവിക സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾ രണ്ടുപേർക്കും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് ഈ ദൈവിക സ്നേഹത്തിൻ്റെ പ്രത്യേകത? ഒന്നാമതായി, പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹമാണിത്. അനീഷും അലീനയും നിങ്ങളുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ഒക്കെ പരസ്പരം ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടുപേരുടെയും വികാരങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനും വിലമതിക്കാനും അതിനോട് നിങ്ങൾക്ക് പ്രതികരിക്കാനും സാധിക്കുമ്പോഴാണ് ദൈവിക സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുക. ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ, പരസ്പരം കേൾക്കാൻ താല്പര്യം കാണിക്കുമ്പോൾ പങ്കുവയ്ക്കലിൻ്റെ മനോഭാവമാണ് അവിടെ ജനിക്കുക. അവിടെയാണ് പരസ്പര വിശ്വസ്തതയും ആത്മസമർപ്പണവും നിങ്ങളുടെ ഇടയിൽ രൂപം കൊള്ളുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെപ്പോലും ഏകമനസ്സോടെ കൈകാര്യം ചെയ്യാനും പരിഹരിക്കാനും നിങ്ങൾക്ക് സാധിക്കുക. ഇനി രണ്ടാമത്തെ അക്ഷരം I. ഇത് സൂചിപ്പിക്കുന്നത് ഇംപെർഫെക്ഷനെയാണ്, അതായത് അപൂർണതകൾ. തീർച്ചയായും അനീഷും അലീനയും തമ്മിൽ കാണുകയും ഇഷ്ടപ്പെടുകയും കൂടുതലായി പരിചയപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം കണ്ട, തിരിച്ചറിഞ്ഞ കുറേയേറെ നന്മകളും കഴിവുകളും ഗുണങ്ങളുമൊക്കെ ഈ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടുതൽ അടുക്കും തോറും, പരസ്പരം അറിയും തോറും നാം മനസ്സിലാക്കുന്ന, ഒപ്പം കാലം തെളിയിക്കുന്ന ഒരു സത്യമുണ്ട്. അതിതാണ്: നാം ആരും പൂർണ്ണരല്ല, എല്ലാം തികഞ്ഞവരല്ല. നമുക്ക് ചില കാര്യങ്ങളിൽ, ചില മേഖലകളിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ കുറവുകളിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ പരസ്പര ധാരണയിലും ഐക്യത്തിലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കുക. കാരണം ഏറ്റവും പൂർണ്ണരായ വ്യക്തിയല്ല നിങ്ങൾക്ക് ദൈവം ജീവിത പങ്കാളിയായി നൽകിയിരിക്കുക, മറിച്ച് ഏറ്റവും അനുയോജ്യയായ വ്യക്തിയാണ്. സുവിശേഷത്തിൽ നാം കാണുന്ന പത്രോസ്ലീഹായുടെ ഉദാഹരണം എടുക്കാം. 12 പേരിൽ വെച്ച് ശിഷ്യന്മാരുടെ നേതാവാകാൻ ഏറ്റവും അനുയോജ്യനായി ഈശോ കണ്ടതും തിരഞ്ഞെടുത്തതും പത്രോസിനെയാണ്. എല്ലാവരിലും വെച്ച് ഏറ്റവും മിടുക്കനും യോഗ്യനും താനാണെന്ന് പത്രോസ്ലീഹായും വിചാരിച്ചിട്ടുണ്ടാകും. യേശുവിൽ നിന്ന് ഒരിക്കലും അകലുകയില്ലെന്നും യേശുവിനെതിരായി ഒരിക്കലും തിരിയുകയില്ലെന്നും ചിന്തിച്ച ആ ശിഷ്യൻ പിന്നീട് യേശുവിനെ അറിയുക പോലുമില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് പത്രോസ് ശിഷ്യന്മാരുടെ നേതാവായി തുടരുകയാണ്. അത് സ്വന്തം കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നേതാവ് എന്ന സ്ഥാനത്ത് നിന്നും പത്രോസിനെ ഈശോ മാറ്റിയില്ല എന്നതും ചരിത്ര സത്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രണ്ടുപേരുടെയും മുൻപോട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ അറിയും തോറും, കൂടുതൽ അടുക്കും തോറും പരസ്പരം കുറവുകൾ കാണുമ്പോൾ അതോർത്ത് മനമെടുക്കുന്നവരാകാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ ആ കുറവുകളെ പരിഹരിക്കാൻ, പരസ്പരം സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ തീർച്ചയായും രണ്ടുപേരിലുമുള്ള നന്മകളെ വളർത്താനും
നിങ്ങൾക്ക് കഴിയുമെന്നതിൽ സംശയമില്ല. ഇനി RIPയിലെ മൂന്നാമത്തെ അക്ഷരം P. അത് പ്രിപ്പറേഷൻ എന്നതാണ്, ഒരുക്കം. മുൻകാലങ്ങളിൽ മനസ്സമ്മതത്തിന് ശേഷം വിവാഹത്തിനായി വരനും വധുവും ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും കാത്തിരിക്കണമായിരുന്നു. എന്നാൽ അനീഷിനും അലീനയ്ക്കും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വിവാഹദിനം എത്തുകയായി. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്. സ്നേഹം നൽകാനും ജീവൻ പകരാനുമുള്ള വിവാഹം എന്ന കൂദശയ്ക്കായി ബാഹ്യമായി തീർച്ചയായും ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്, ഒരുക്കങ്ങളുണ്ടാകും. എന്നാൽ അതോടൊപ്പം തന്നെ മാനസികമായി ഒരുങ്ങാൻ, ആത്മീയമായി ഒരുങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഓർക്കുക, വിവാഹദിനം അത് നിങ്ങളുടെ ലക്ഷ്യമല്ല, പുതിയൊരു തുടക്കം മാത്രമാണ്. ആ നല്ല തുടക്കത്തിനായി ഈശോയുടെ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു കുടുംബമായി മാറാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒന്നാമതായി ഈശോയുടെ സ്നേഹം നിങ്ങളുടെ കുടുംബത്തിലും ഈ ലോകത്തിലും റിഫ്ലക്റ്റ് ചെയ്യാൻ, പ്രതിഫലിപ്പിക്കാൻ. രണ്ടാമതായി കുറവുകളെ പരസ്പരം പരിഹരിക്കാൻ. മൂന്നാമതായി നിങ്ങൾ കാത്തിരുന്ന വിവാഹത്തിനായി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുവാൻ നിങ്ങൾ രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.